മറിയത്തെക്കുറിച്ചുള്ള ഈ ചർച്ചയുടെ ആമുഖമായി ഇത്രയും കണ്ടതിന് ശേഷം നമുക്ക് മറിയത്തിന്റെ വിശ്വാസ തീർത്ഥാടനത്തിലേക്ക് കടക്കാം. 2 വേദപാഠങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തില് 2 പ്രാവശ്യമേ മറിയം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ഒന്ന് സുവിശേഷത്തിന്റെ ആരംഭത്തില്, മറ്റൊന്ന് അവസാനത്തില്. യോഹന്നാന്റെ സുവിശേഷത്തിന് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു ഘടനയുണ്ട്. ആ ഘടന ഒന്ന് പരിശോധിക്കുക. 1-ാമത്തെ അധ്യായം 1 മുതൽ 18 വരെ വാക്യങ്ങള് അതിന്റെ പ്രലോഗ് എന്ന് പറയും, ആമുഖമാണ്. പ്രലോഗ്. 1-ാമത്തെ അധ്യായം 19 മുതൽ 51 വരെയുള്ള വാക്യങ്ങള് അതിന്റെ 2-ാമത്തെ ആമുഖമാണ്, പ്രയാമ്പിൾ. പിന്നെ കാനായിലെ കല്യാണമാണ്. 2-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ. ഇവിടെയാണ് മറിയം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ നിന്ന് സുവിശേഷം മുന്നോട്ട് പോയി സമാപനത്തിലെത്തുമ്പോൾ യേശുവിന്റെ മരണമാണ് നമ്മൾ കാണുന്ന അവസാന രംഗങ്ങളിൽ ഒന്ന്. 19-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അത് കഴിഞ്ഞ് 20-ാമത്തെ അധ്യായം 1-ാമത്തെ എപ്പിലോഗ്, 20-ാമത്തെ അധ്യായം 1 മുതൽ 31 വരെ. പിന്നെ 21-ാം അധ്യായം 1 മുതൽ 25 വരെ. നമുക്ക് നോക്കുക, ഈ ഘടനയില് യേശു പരസ്യജീവിതം ആരംഭിക്കുന്നത് കാനായിൽ വെച്ചാണ്. അപ്പൊ യേശുവിന്റെ പരസ്യജീവിതത്തിലേക്ക് യേശുവിനെ പറഞ്ഞുവിടുന്നത് മറിയമായിട്ടാണ് യോഹന്നാൻ സങ്കല്പിച്ചിരിക്കുന്നത്. അവൻ ആദ്യത്തെ അത്ഭുതം കാനായിൽ പ്രവർത്തിച്ചു എന്നാണ് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് യേശുവിന്റെ ശുശ്രൂഷ പരസ്യമായി ആരംഭിക്കാൻ മറിയം യേശുവിനോട് ആവശ്യപ്പെടുകയാണ്. എന്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും മറിയം പറഞ്ഞു, നീ അങ്ങ് തുടങ്ങ. മറിയമാണ് യേശുവിനെ പരസ്യ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുന്നത്, ഈ ഭൂമിയിലെ പരസ്യ ജീവിതത്തിലേക്ക്. പിന്നെ മറിയം പ്രത്യക്ഷപ്പെടുന്നത് യേശു മരിക്കുന്ന ആ കുരിശിന് താഴെയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പരസ്യ ജീവിതം അവസാനിപ്പിച്ച് അവൻ സ്വർഗത്തിലെ ശുശ്രൂഷയ്ക്ക് പോകുകയാണ്. അവിടേക്ക് പറഞ്ഞു വിടുന്നതും മറിയം തന്നെ. യേശുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ച് ഉത്തിതനായ ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിക്കാനായി ആവശ്യപ്പെടുന്നതും മറിയം തന്നെ. അതുകൊണ്ടാണ് യേശുവിന്റെ ജീവിതത്തിന്റെ ആരംഭത്തിലും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും മറിയം പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെ യേശുവിനെ പരസ്യ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുകയും യേശുവിന്റെ ഉത്തര ശുശ്രൂഷയ്ക്ക് പറഞ്ഞു വിടുകയും ചെയ്ത മറിയത്തെ എന്തുകൊണ്ടാണ് ബഹുമാനിക്കരുത് എന്ന് പറയുന്നതെന്ന് എനിക്ക് തെല്ലും മനസ്സിലാകുന്നില്ല. ഈ രംഗത്ത് കാനായിലെ കല്യാണ വിരുന്നിലും കുരിശിന് താഴെയുമുള്ള രംഗത്ത് മറിയം പ്രത്യക്ഷപ്പെടുന്നതിൽ ഒരുപാട് സംഗതികൾ സാമ്യമുണ്ട്, ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 കഥയും ഒരല്പം കൂടി ആഴത്തില് നമുക്ക് പരിശോധിക്കാം. കാനായിലെ കല്യാണ വിരുന്ന്, മറിയം അവിടെ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യേശു ക്ഷണിക്കപ്പെട്ടിരുന്നു. അവർക്ക് വീഞ്ഞില്ലാതെ വന്നപ്പോഴ് മറിയം യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അതിന് മറുപടിയായി കൊടുത്തത് വളരെ ശക്തമായ ശകാര ഭാഷയിലാണ്. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. യേശു അങ്ങനെ പറഞ്ഞത് മറിയത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുക. സ്ത്രീയെ, ആ വാക്കിനെ കുറിച്ച് നമുക്ക് അല്പം കഴിഞ്ഞ് ചിന്തിക്കാം. എനിക്കും നിനക്കും എന്ത്? എന്താ അതിന്റെ അർത്ഥം? പഴയ നിയമം പരിശോധിക്കുകയാണെങ്കിൽ 2 തരത്തില് അത് സൂചന നൽകാം. നീയും ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? നീ എന്തിനാണ് എന്റെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നത് എന്ന് 2-ാമത്തെ സൂചന. നമ്മൾ തമ്മിലൊരു പൊതുവായ കച്ചവടം വല്ലതുണ്ടോ? നീ എന്തിനാണ് അനാവശ്യമായി എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ശകാരമാണത്. എന്തുകൊണ്ടാണ് ശകാരം? മറിയം
യേശുവിൽ നിന്ന് ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്: അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശരിയായ വിശ്വാസമാണോ അതോ അപക്വമായ വിശ്വാസമാണോ? ശരിയായ വിശ്വാസമാണോ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതേ അധ്യായത്തില്, 2-ാമത്തെ അധ്യായത്തില് 23-ാമത്തെ വാക്യത്തിൽ സുവിശേഷകൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: ജെറൂസലമിൽ യേശു ആയിരുന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങൾ കണ്ട്, അടയാളങ്ങൾ കണ്ട് വളരെയധികം പേർ യേശുവിൽ വിശ്വസിച്ചു. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. അത്ഭുതങ്ങൾ കണ്ടതിന്റെ പേരിൽ യേശുവിൽ വിശ്വസിച്ചവരെ യേശു വിശ്വസിക്കുന്നില്ല. കുറെ കൂടി പരുഷമായ ഭാഷയിലാണ് സമാന്തര സുവിശേഷങ്ങളില്, മത്തായി, മർക്കോസ്, ലൂക്ക, ഈ സമാന്തര സുവിശേഷങ്ങളില് ഇക്കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. ദുഷിച്ചതും വ്യഭിചരിച്ചതുമായ തലമുറയാണ് അത്ഭുതകരമായ അടയാളങ്ങൾ അന്വേഷിക്കുന്നത്. ദുഷിച്ചതും വ്യഭിചരിച്ചതുമായ തലമുറ ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നത് പ്രാരംഭ വിശ്വാസത്തിന്റെ അടയാളമാണ്. പക്വമായ പരിപൂർണമായ വിശ്വാസത്തിന്റെ അടയാളമല്ല. അപ്പോൾ നമുക്കത് ഇങ്ങനെ സങ്കല്പിക്കാം: യേശു മറിയത്തോട് പറഞ്ഞത്, നമ്മൾ തമ്മിൽ എന്താ അത്ര ബന്ധം? നീ എന്നിൽ നിന്നൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നത് ശരിയാണോ? അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? നിന്റെ വിശ്വാസം അത്ര ബലഹീനമാണോ എന്നൊക്കെ ആയിരിക്കാം ചോദിച്ചത്. ഇതിനോട് 2 തരത്തിൽ ഞാൻ മറുപടി കൊടുക്കട്ടെ. ഒന്ന്, യേശു ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എനിക്കും നിനക്കും എന്ത്? ആ ചോദ്യത്തിന് മറിയം ഉത്തരം കൊടുത്തോ? ഉത്തരം കൊടുത്തില്ല. എന്തിന് ഉത്തരം കൊടുക്കാതിരുന്നത്? ചില ചോദ്യങ്ങൾ ഉത്തരം അർഹിക്കുന്നില്ല എന്ന് മറിയം ചിന്തിച്ചു കാണും. മറിയം എന്താണ് ചെയ്തത്? മറിയം യേശുവിൽ നിന്ന് തിരിഞ്ഞ് പരിചാരകരോട് പറഞ്ഞുവെന്നാണ്. അങ്ങനെ തിരിഞ്ഞപ്പോൾ മറിയം തന്നോട് തന്നെ പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ളതായി ഞാൻ സങ്കല്പിക്കുന്ന ഒരു വചനമുണ്ട്. ബൈബിളിൽ അത് എഴുതിയിട്ടില്ല, അതങ്ങനെ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. എന്തായിരുന്നു യേശുവിന്റെ വാദഗതി? എന്റെ സമയം ഇനിയും ആയിട്ടില്ല, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. മറിയം തന്നോട് തന്നെ പറഞ്ഞു കാണും, നിന്റെ സമയം ആയോ എന്ന് ഞാൻ എന്തിനറിയണം? ഞങ്ങളുടെ സമയമായി, ഞങ്ങൾക്കത് വീഞ്ഞില്ല. ദൈവത്തിന്റെ സമയമായോ ഇല്ലയോ ഞങ്ങൾക്കത് അറിഞ്ഞുകൂടാ, മനുഷ്യർക്ക് സമയമായി. അതിനാൽ മറിയം തന്നോട് തന്നെ പിറുപിറുത്തുകൊണ്ട്, സ്ത്രീകളുടെ സ്വഭാവമാണല്ലോ പിറുപിറുക്കുക, തന്നോട് തന്നെ പിറുപിറുത്തുകൊണ്ട് നിന്റെ സമയമായോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ സമയമായി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. അവൻ പറയും, നിങ്ങൾ ചെയ്യും. അതൊരു കൽപ്പനയായിരുന്നു. അപ്പോൾ എന്തുണ്ടായി? യേശു എഴുന്നേറ്റ് അവൾ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്ന് മറിയം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതുപോലെ അവൻ ചെയ്തു കൊടുത്തു. അവൻ എഴുന്നേറ്റ് അത് ചെയ്തു കൊടുത്തു. നമുക്കത് ഇങ്ങനെ സങ്കല്പിക്കാം: ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുകയാണ്. അന്ന് മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്തതും എന്നാൽ അന്ന് മാത്രമായി കരുതുന്നതുമായ ഒരു സംഗതി ഭാര്യ ചെയ്യാണ്. അയാളുടെ വസ്ത്രമെല്ലാം ഇസ്തിരി ഇട്ട് കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, അത് ടിഫിനിലാക്കി ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് തയ്യാറാക്കി. അങ്ങനെ ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞയക്കുകയാണ് ഭാര്യ. എന്തെന്നാവോ ഇന്ന് സാധാരണയിൽ കവിഞ്ഞ സ്നേഹമെന്ന് ഭർത്താവിന് മനസ്സിലായില്ല. പോകാൻ നേരത്താണ് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞത്, ഇന്ന് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന ദിവസമാണല്ലോ, ഇപ്പോഴാണെങ്കിൽ ഉത്സവക്കാലമാണ്, ഒരു സാരി, ഇങ്ങനെ കളറുള്ള ഒരു പ്രത്യേക സാരി കടയിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ ശമ്പളം കിട്ടുമ്പോൾ അത് വാങ്ങിച്ചോണ്ട് വരണം. ഭർത്താവ് ദേഷ്യപ്പെട്ട് കലിതുള്ളി, ഒറ്റ ശമ്പള ദിവസവും നീ എന്നെ മര്യാദയ്ക്ക് വിട്ടിട്ടില്ല, സമാധാനത്തിൽ വിട്ടിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ദേഷ്യം. കലിതുള്ളിയാണ് ഭർത്താവ് ഓഫീസിലേക്ക് പോകുന്നത്. എന്നാൽ വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയാള് ആ സാരിയുമായിട്ടാണ് ഭാര്യയെ സമീപിക്കുന്നത്. അങ്ങനെയാണ് നല്ല ഭർത്താക്കന്മാര്. ഭാര്യ പറയുമ്പോൾ ദേഷ്യപ്പെടുമെങ്കിലും അവളോട് സ്നേഹമുള്ളതിനാൽ ചെയ്തു കൊടുക്കുന്നു. ഇതേ രീതി തന്നെയാണ് മറിയം യേശുവിനോട് ചോദിച്ചപ്പോഴും സംഭവിച്ചത്. അവൾ ചോദിച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ല യേശുവിന്, ദൈവത്തിന്. പക്ഷേ നല്ല ഭർത്താവിനെ പോലെ അവൾ ആവശ്യപ്പെട്ടതുപോലെ അവൻ ചെയ്തു കൊടുക്കുകയാണ്. വിശ്വാസത്തില്, പ്രാരംഭ വിശ്വാസത്തില് നമുക്കിങ്ങനെ അവതരിപ്പിക്കാം: പ്രാരംഭ വിശ്വാസത്തിൽ നമ്മൾ ഭിക്ഷക്കാരാണ്, ദൈവത്തിൽ നിന്നും
അനുഗ്രഹങ്ങൾ യാചിച്ചു വാങ്ങുന്ന ഭിക്ഷക്കാര്. കാനായില് ഒരു വീട്ടില് വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി. വിവാഹ വിരുന്നിന് വീഞ്ഞ് തികയാതെ വരിക, അതൊരു നാണക്കേടുണ്ടാക്കുന്ന പ്രശ്നം തന്നെയാണ്. എങ്കിലും അത് അത്രയും വലിയൊരു പ്രതിസന്ധിയാണോ? മാത്രമല്ല, അത് മറിയത്തിന്റെ വീട്ടിലല്ല ആ പ്രതിസന്ധി, അയൽപ്പക്കത്തൊരു വീട്ടിലാണ്. അയൽപ്പക്കത്തെ വീട്ടിലെ ഒരു വിവാഹ വിരുന്നിന് വീഞ്ഞ് തികയാതെ വരിക എന്നുള്ള ഒരു നാണക്കേട്, ഞാൻ ആവർത്തിക്കട്ടെ, അതൊരു ഭവനത്തുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നമോ ഏറ്റവും വലിയ പ്രതിസന്ധിയോ അല്ല. അല്പം നാണക്കേടുണ്ടാക്കുന്നു എന്ന കാര്യം സത്യം തന്നെ. മറിയം യേശുവിൽ നിന്ന് ഒരു അത്ഭുതം ചോദിക്കുകയാണ്. അയൽപ്പക്കത്തെ വീട്ടിലെ ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കാൻ ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം പ്രതീക്ഷിക്കുക. ഇനി നമുക്ക് കുരിശിന് താഴേക്ക് പോകുക. മറിയം പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ രംഗം. അവിടെ എന്താണ്? മറിയത്തിന്റെ വീട്ടിലാണ് പ്രതിസന്ധി, അയൽപ്പക്കത്തല്ല. മാത്രമല്ല, ആ പ്രതിസന്ധിയാണ് ഒരു വീടിനുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എന്താണത്? അവളുടെ മകൻ, ഏക മകൻ, അതും തീർത്തും യുവാവായിരിക്കുമ്പോൾ, 33 വയസ്സ്, അവൻ കൊല്ലപ്പെടുകയാണ്. കുറ്റവാളിയെ പോലെ, രാഷ്ട്രീയ കുറ്റവാളിയെ പോലെ കുരിശിലേറി മരിക്കാൻ ഇടയാകുകയാണ്. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകാനില്ല. അവളുടെ മകന്റെ ജീവന് പകരം ജീവൻ കൊടുക്കാൻ, സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായിരിക്കും. കാരണം, ആവർത്തിക്കട്ടെ, അവളുടെ ഏക മകൻ, തീർത്തും യുവാവ്, 33 വയസ്സ്, വെറുതെ അങ്ങ് മരിക്കല്ല, കൊല്ലപ്പെടുകയാണ്, കുറ്റവാളിയായി, രാഷ്ട്രീയ കുറ്റവാളിയായി, അതും വിദേശികളുടെ കൈകളിൽ. ഇത് ഒരു കുടുംബത്തിനുണ്ടാകാവുന്ന, ഒരു അമ്മയ്ക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. നമുക്കൊന്ന് ചോദിക്കാം, ആ പ്രതിസന്ധിയില് മറിയം എന്തെങ്കിലും അത്ഭുതം ചോദിക്കുന്നുണ്ടോ ദൈവത്തോട്? കുരിശിന് താഴെ കാനായിൽ അയൽപ്പക്കത്തെ ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടി മധ്യസ്ഥം യാചിച്ച മറിയം ഇപ്പോൾ സ്വന്തം വീട്ടില് ഏറ്റവും വലിയ പ്രതിസന്ധി വന്നപ്പോൾ ഒരു അത്ഭുതവും ചോദിക്കുന്നില്ല. അവിടെ അവളുടെ ജീവൻ, മകന്റെ ജീവന്റെ രൂപത്തില് ദൈവത്തിന് മുമ്പിൽ അടിയറവ് വയ്ക്കുകയാണ്. അതാണ് പരിപൂർണ വിശ്വാസം. ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ ചോദിക്കുന്നത് പ്രാരംഭ വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. കാരണം, പ്രാരംഭ വിശ്വാസത്തിൽ നമ്മൾ യാചകരാണ്, ഭിക്ഷക്കാരാണ്, ദൈവത്തിൽ നിന്നും ചില സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭിക്ഷക്കാര്. മറിയം ആ അവസ്ഥയിൽ നിന്നും യാത്ര ചെയ്ത് വിശ്വാസത്തിന് തീർത്ഥാടനം നടത്തി ഇപ്പോൾ കുരിശിന് താഴെ നിൽക്കുമ്പോൾ പരിപൂർണ വിശ്വാസത്തിന്റെ ഉടമയായി തീർന്നു. പരിപൂർണ വിശ്വാസത്തിൽ നമ്മളല്ല യാചകര്, ദൈവമാണ് ഭിക്ഷക്കാരൻ. ദൈവം മറിയത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ട് അവളുടെ മകന്റെ ജീവൻ ചോദിക്കുകയാണ്. എന്തിന്? ഈ ലോകത്തെ മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാൻ നിന്റെ മകന്റെ ജീവൻ നീ എനിക്ക് തരുമോ? പരിപൂർണ വിശ്വാസത്തിൽ ദൈവമാണ് യാചകൻ, ദൈവമാണ് ഭിക്ഷക്കാരൻ. മറിയം സന്തോഷത്തോടെ എന്നാൽ വേദനയോടെ തന്റെ ജീവൻ, മകന്റെ ജീവന്റെ രൂപത്തിൽ ദൈവത്തിന് മുമ്പിൽ അടിയറവ് വയ്ക്കുകയാണ്. ഞാനൊന്ന് ആവർത്തിക്കട്ടെ, പ്രാരംഭ വിശ്വാസത്തിൽ നമ്മൾ ഭിക്ഷക്കാരാണ്, പരിപൂർണ വിശ്വാസത്തിൽ ദൈവമാണ് യാചകൻ. ദൈവം നമ്മോട് ചോദിക്കുകയാണ്, നിന്റെ സമയവും നിന്റെ ഊർജവും നിന്റെ ജീവനും നിന്റെ ജീവിതവും നീ എനിക്ക് തരുമോ? ഈ ലോകത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി പൂർത്തിയാക്കാൻ നിന്റെ ജീവൻ, നിന്റെ ജീവിതം നീ എനിക്ക് തരുമോ? നിന്റെ സമയം നീ എനിക്ക് തരുമോ? നിന്റെ ഊർജം നീ എനിക്ക് വേണ്ടി ചെലവഴിക്കുമോ? മറിയം അതിന് തയ്യാറായി. അപ്പോൾ പ്രാരംഭ വിശ്വാസത്തിൽ നിന്നും ഒരു വിശ്വാസ തീർത്ഥാടനം നടത്തി മറിയം പരിപൂർണ വിശ്വാസത്തിലേക്ക് എത്തുകയാണ്.
പരിപൂർണ വിശ്വാസത്തിൽ എത്തിയെന്ന തെളിവാണ് ഞാൻ പറഞ്ഞത്. തന്റെ മകൻ, ഏകമകൻ, അതും തീർത്തും യുവാവ്, അവനൊരു കുറ്റവാളിയെ പോലെ കൊല്ലപ്പെടുമ്പോൾ പോലും മറിയം ഒരു അത്ഭുതവും ചോദിക്കുന്നില്ല. ദൈവത്തിന് തന്റെ ജീവനും തന്റെ മകന്റെ ജീവനും മറിയം കാഴ്ചവെക്കുകയാണ്. ഈ പശ്ചാത്തലത്തില് നമുക്ക് സ്ത്രീയെ എന്ന് യേശു മറിയത്തെ വിളിച്ചതിന്റെ പൊരുളുകളും തിരിച്ചറിയാനാകുന്നു. ബൈബിളിലെ എല്ലാ സ്ത്രീകളെയും യേശു സ്ത്രീയെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ബൈബിളിൽ ഒരിടത്തും ഒരു മകൻ തന്റെ സ്വന്തം അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ച ചരിത്രമില്ല. നമ്മുടെ സംസ്കാരത്തിലുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് യേശു സ്വന്തം അമ്മയായ മറിയത്തെ സ്ത്രീയെ എന്ന് വിളിച്ചത്? അത് മറിയം പ്രത്യക്ഷപ്പെടുന്ന രണ്ടേ രണ്ട് രംഗങ്ങളിലും യോഹന്നാൻ അങ്ങനെ തന്നെയാണ് അവതരിപ്പിച്ചത്. കാനായിൽ യേശു മറിയത്തോട് ചോദിച്ചു, സ്ത്രീയേ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ. കുരിശിന് താഴെ യേശു സ്നേഹിച്ച ശിഷ്യനും യേശുവിന് അമ്മയും നിൽക്കുന്നത് കണ്ട് യേശു അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, സ്ത്രീയെ, അതാണ് നിന്റെ മകൻ. രണ്ട് സന്ദർഭങ്ങളിലും മറിയത്തെ യേശു വിളിച്ചത് സ്ത്രീയെ എന്നാണ്. അപ്പോൾ എന്താണ് യേശു ഇങ്ങനെ വളരെ അപരിചിതമായി നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് സ്വന്തം അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചത്? ഇതപര്യന്തം ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണ് അതെന്നതുകൊണ്ട് തീർച്ചയായും ദൈവശാസ്ത്രത്തിന്റെ ആഴങ്ങളിൽ അതിന്റെ അർത്ഥം പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് വീണ്ടും കാനായിലെ കല്യാണത്തിലേക്ക് പോകാം. കാനായിലെ കല്യാണത്തില് യേശുവിന്റെയും യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെയും സാന്നിധ്യത്തെ ഇങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ക്ഷണിക്കപ്പെട്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തില് യേശുവിന്റെ അമ്മയായ മറിയത്തിന് പേരില്ല. മറിയം പ്രത്യക്ഷപ്പെടുന്ന രണ്ട് രംഗത്തും മറിയത്തെ അവതരിപ്പിക്കുന്നത് യേശുവിന്റെ അമ്മ എന്നാണ്. യേശുവിന്റെ അമ്മ. ഒരിക്കലും മറിയം എന്ന് യോഹന്നാൻ എഴുതുന്നില്ല യേശുവിന്റെ അമ്മയെ സൂചിപ്പിക്കാൻ. മറ്റ് പല മറിയങ്ങളെ കുറിച്ചും യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. മഗ്ദലേനയിലെ മറിയം, ബഥാനിയയിലെ മറിയം, ക്ലെയോപ്പാസിന്റെ മറിയം, ഇങ്ങനെ പല മറിയങ്ങളുണ്ട്. പക്ഷേ യേശുവിന്റെ അമ്മയായ മറിയത്തെ യേശുവിന്റെ അമ്മ എന്നേ സുവിശേഷകൻ പരിചയപ്പെടുത്തുകയുള്ളൂ. അത് പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. കാനായില് മറിയം നിൽക്കുന്നത് യേശുവിന്റെ അമ്മയായിട്ടാണ്. എന്ന് വെച്ചാൽ യേശുവിന് ജന്മം കൊടുത്ത, ശാരീരികമായി ജന്മം കൊടുത്ത അമ്മയായിട്ടാണ് മറിയം കാനായിൽ നിൽക്കുന്നത്. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവന് ശാരീരികമായി ജന്മം കൊടുത്ത അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ അമ്മയോട് യേശു പറയാണ്, സ്ത്രീയെ, നീ സ്ത്രീയാകുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. യേശുവിന്റെ ശാരീരിക അമ്മയെ ബൈബിളിലെ സ്ത്രീയാകാനായി യേശു ക്ഷണിക്കുകയാണ്. എന്താണ് ബൈബിളിലെ സ്ത്രീ? ആരാണ് സ്ത്രീ? ആരാണ് ബൈബിളിൽ സ്ത്രീ? ഹവ്വ എന്ന് പറഞ്ഞാല് അത്ര കൃത്യമായ ഉത്തരമല്ല. കാരണം സ്ത്രീക്ക് ബൈബിൾ കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 2-ാമത്തെ അധ്യായത്തിലാണ് ആ നിർവചനം. നമുക്ക് ആ നിർവചനം ഒന്ന് കേൾക്കാം. ഉൽപ്പത്തിയുടെ ഗ്രന്ഥത്തില് 2-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിലാണ് സ്ത്രീക്ക് ബൈബിൾ കൊടുക്കുന്ന നിർവചനം. നരനിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടവളാണ് നാരി. പുരുഷനിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ് നാരി. തമിഴിൽ പറയും മനുഷ്യനിൽ നിന്ന് മനുഷ്യ. അപ്പോൾ സ്ത്രീക്ക് കൊടുക്കുന്ന നിർവചനം അവൾ നരനിൽ നിന്ന് എടുക്കപ്പെടണമെന്നാണ്. യോഹന്നാന്റെ സുവിശേഷ പരിസരത്ത് ആരാണ് നരൻ? കാനായിലെ കഥ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് 1-ാമത്തെ അധ്യായം 51-ാം വാക്യത്തില് നഥാനിയേലിനോട് യേശു പറയുന്ന ആ തിരുവചനത്തില്
നരൻ ആരാണ് എന്ന് എഴുതിയിട്ടുണ്ട്. മനുഷ്യപുത്രൻ ആണ് നരൻ. മനുഷ്യപുത്രൻ എന്നത് യേശു തന്നെ തന്നെ വിശേഷിപ്പിച്ച ഒരു നിഗൂഢ പദമാണ്. സ്വർഗത്തിലെ ഒരു മനുഷ്യപുത്രൻ എന്ന് ദാനിയേൽ പറഞ്ഞ സ്വർഗത്തിലെ മനുഷ്യപുത്രനാണ് താനെന്ന് യേശു വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ ആരാണ് യോഹന്നാന്റെ സുവിശേഷ പരിസരത്ത് നരൻ? യേശു. അപ്പോൾ യേശുവിന്റെ അമ്മയായ മറിയത്തോട് യേശു ആവശ്യപ്പെടുന്നത് നീ നരനായ എന്നിൽ നിന്ന് എടുക്കപ്പെടൂ എന്നാണ്. ആദാമിന്റെ പാർശ്വം പിളർന്ന് നാരിക്ക് ജന്മം കൊടുത്തതുപോലെ യേശുവിന്റെ പാർശ്വത്തിൽ നിന്നും മറിയം എടുക്കപ്പെടണം എന്ന് മറിയത്തോട് ആവശ്യപ്പെടുകയാണ് യേശു. അത് പിന്നത്തെ അധ്യായത്തില്, 3-ാമത്തെ അധ്യായത്തില് യേശുവും നിക്കോദെമസും തമ്മിലുള്ള സംഭാഷണത്തിൽ കൂടുതൽ വിശദമാക്കിയിട്ടുണ്ട്. ഒരാൾ ആത്മാവിലും ജലത്തിലും വീണ്ടും ജനിച്ചാലേ സ്വർഗരാജ്യം കാണാനോ പ്രവേശിക്കാനോ കഴിയൂ. സത്യത്തിൽ അതിന് ഉപയോഗിക്കുന്ന വാക്ക്, വീണ്ടും എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഗ്രീക്കില് അനോഥൻ എന്നാണ്. അനോഥൻ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. എബോവ് എന്ന അർത്ഥമുണ്ട്, മുകള്, ഉന്നതം. എഗൈൻ എന്ന അർത്ഥമുണ്ട്, വീണ്ടും. മനുഷ്യൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നിക്കോദെമസിനോട് പറഞ്ഞപ്പോൾ നിക്കോദെമസ് ചോദിച്ചു, അതെങ്ങനെ സാധിക്കുക? പ്രായമായ ഒരു മനുഷ്യന് അതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ കഴിയുമോ? യേശു പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഉന്നതത്തിൽ നിന്ന് ജനിക്കണമെന്നാണ്. അനോഥൻ എന്ന വാക്കിന് ഉന്നതം എന്നർത്ഥം. ഉന്നതം എന്ന് പറഞ്ഞാൽ ദൈവം എന്നർത്ഥം. ദൈവത്തിൽ നിന്ന് ജനിക്കുക, അതാണ് വീണ്ടും ജനനം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് വീണ്ടും ജനിക്കുന്നതല്ല. ഇത് തന്നെയാണ് യേശു മറിയത്തോട് ആവശ്യപ്പെടുന്നത്. ഉന്നതത്തിൽ നിന്ന് വരുന്ന യേശുവിൽ നിന്ന് അവൾ വീണ്ടും ജനിക്കേണ്ടതുണ്ട് എന്ന് മറിയത്തോട് ആവശ്യപ്പെടുകയാണ് സ്ത്രീയെ എന്ന വാക്കിലൂടെ. നീ നരനിൽ നിന്ന് എടുക്കപ്പെടുന്ന നാരിയാകുക. നരൻ സുവിശേഷ പരിസരത്ത് യേശുവാണ്. യേശു ദൈവമാണ്. ദൈവത്തിൽ നിന്ന് നീ എടുക്കപ്പെടേണ്ടിയിരിക്കുന്നു. എത്ര മനോഹരമാണ് ഈ ബൈബിളിന്റെ സങ്കല്പം നോക്കൂ. യേശു മറിയത്തിൽ നിന്ന് എടുക്കപ്പെട്ടവളാണ് ശാരീരികമായി. എന്നാൽ ഇപ്പോൾ മറിയം ദൈവമായ യേശുവിൽ നിന്ന് എടുക്കപ്പെടേണ്ടതുണ്ട്. അപ്പോഴാണ് അവളുടെ വീണ്ടും ജനനം സംഭവിക്കുന്നത്. അങ്ങനെ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, ഉന്നതത്തിൽ നിന്ന് ആത്മാവിലും ജലത്തിലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യം കാണുകയോ പ്രവേശിക്കുകയോ ഇല്ല എന്നാണ് കാനായില് മറിയത്തോട് യേശു പറഞ്ഞത്. നമുക്ക് വീണ്ടും അവസാനത്തെ കഥ. ഞാൻ പറഞ്ഞല്ലോ 2 സ്ഥലത്ത് മറിയം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. അപ്പൊ ആ 2 കഥകളും ഒരുമിച്ച് വായിക്കേണ്ടതാണ്. അവസാനം കുരിശിന് താഴെ നിൽക്കുകയാണ്. കുരിശിന് താഴെ നിൽക്കുമ്പോൾ വീണ്ടും അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിന്റെ അമ്മ, യേശു സ്നേഹിച്ച ശിഷ്യൻ. അവർ 2 പേരും നിൽക്കുന്നത് കണ്ട് യേശു ഇങ്ങനെ പറഞ്ഞുവെന്നാണ്. യേശു സ്നേഹിച്ച ശിഷ്യനെ ചൂണ്ടിക്കാണിച്ച് യേശുവിന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, അത് നിന്റെ മകൻ. ആ മകനോട് മറിയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ അമ്മ. അപ്പോഴും മറിയത്തെ വിളിച്ചത് സ്ത്രീയെ എന്നാണ്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അവനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. നരനിൽ നടുക്കപ്പെടുന്നവളാണ് നാരി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാനായിൽ വെച്ച് മറിയം ബൈബിളിലെ സ്ത്രീയായി മാറിക്കഴിഞ്ഞു. ബൈബിളിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ നരനിൽ നിന്ന് എടുക്കപ്പെടുന്ന സ്ത്രീ, നരനിൽ നിന്ന് എടുക്കപ്പെടുന്നവൾ. ഇവിടെ യോഹന്നാന്റെ സുവിശേഷ പരിസരത്ത് യേശുവിൽ നിന്നും മറിയം എടുക്കപ്പെട്ട് കഴിഞ്ഞു. ബൈബിളിലെ 2-ാമത്തെ അധ്യായത്തിലാണ് നാരിയെ കുറിച്ചുള്ള നിർവചനം. അടുത്ത അധ്യായത്തില് അമ്മയെ കുറിച്ചുള്ള നിർവചനമുണ്ട്. ഈ നാരി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയപ്പോൾ അവൾക്കിട്ട പേരാണ് ഹവ്വ. ആ വാക്കിനർത്ഥം ജന്മം കൊടുക്കുന്നവൾ എന്നാണ്. നാരി അമ്മയാകുന്നത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോഴാണ്. കുരിശിന് താഴെ നാരിയായി, സ്ത്രീയായി യേശുവിന്റെ അമ്മ നിൽക്കുന്നു. ആ അമ്മയോട്
ബൈബിളിലെ അമ്മയാകാൻ, ആ സ്ത്രീയോട് ബൈബിളിലെ അമ്മയാകാൻ യേശു ആവശ്യപ്പെടുകയാണ്. യേശു സ്നേഹിച്ച ശിഷ്യനെ നിന്റെ മകനായി സ്വീകരിച്ചുകൊണ്ട് നീ അമ്മയാകുക. ആ യേശു സ്നേഹിച്ച ശിഷ്യനോട് ഈ സ്ത്രീയെ, യേശുവിൽ നിന്നും വീണ്ടും ജനിച്ച സ്ത്രീയെ നിന്റെ അമ്മയായി സ്വീകരിക്കുക, ഇതാണ് നിന്റെ അമ്മ എന്ന് പറയുകയാണ്. യേശുവെന്ന നരനിൽ നിന്ന് എടുക്കപ്പെട്ട സ്ത്രീയായ മറിയം കാനായില് ഇപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാർക്ക് ജന്മം കൊടുത്തുകൊണ്ട്, ആത്മീയമായി ജന്മം കൊടുത്തുകൊണ്ട്, ജന്മം കൊടുത്തവളായ ഹവ്വയായി മാറുകയാണ്. ജീവനുള്ളവരുടെ അമ്മ എന്നാണ് ഹവ്വ എന്ന വാക്കിനർത്ഥം. നാരി ഇപ്പോൾ ഹവ്വയായി മാറുകയാണ്, ജന്മം കൊടുക്കുന്നവളായി മാറുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ? ആരാ യേശു സ്നേഹിച്ച ശിഷ്യൻ? യോഹന്നാൻ. ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കട്ടെ, യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ലാത്തവര് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാമോ? യേശു സ്നേഹിച്ചതല്ലാത്ത ശിഷ്യന്മാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അപ്പോൾ ആരാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ? നമ്മളെല്ലാവരും. ചരിത്രത്തിൽ യോഹന്നാൻ ആയിരിക്കാം, ഞാൻ അല്ലെന്ന് പറയില്ല. പക്ഷേ ദൈവശാസ്ത്രപരമായി യേശു സ്നേഹിച്ച ശിഷ്യന്മാരാണ് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരെല്ലാവരും. അപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യനെ ചൂണ്ടിക്കാണിച്ച്, അത് വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനയാണ്. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ച് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു ബൈബിളിലും പറഞ്ഞിട്ടില്ല, ഒരു വേദപുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. യേശു സ്നേഹിച്ച ശിഷ്യനോട് യേശുവിന്റെ അമ്മയെ അവന്റെ ഹവ്വയായി, ജീവനുള്ള ഒരു അമ്മയായി സ്വീകരിക്കാനാണ് യേശു ആവശ്യപ്പെട്ടത്. ഞാനൊന്ന് ആവർത്തിക്കട്ടെ, യേശു സ്നേഹിച്ച ശിഷ്യന്മാര് യേശുവിന്റെ അമ്മയെ തങ്ങളുടെ അമ്മയായി സ്വീകരിക്കും. അപ്പോൾ തിരിച്ചിട്ടാൽ യേശുവിന്റെ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിക്കുന്നില്ലെങ്കിൽ അവര് യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല. അവർ മുട്ടത്തോടാണ്, എഗ്ഷൽ. ഒരു കോഴിക്കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മുട്ടത്തോടിന് വിലയില്ല എന്ന് നമ്മൾ ആരോപിക്കുന്നെങ്കിൽ നമ്മൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല, അവർ പുറത്താണ്. ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ സ്വീകരിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതിന് വിരുദ്ധമാണിത്. നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മെ അമ്മയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ശരി തന്നെ, പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഒന്നുകൂടി ഒരു ചുവട് കൂടി വെച്ചാണ്. അമ്മയെ മകന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ സ്വീകരിച്ചു. നമ്മൾ നമ്മുടെ വീടായ സഭയില് മറിയത്തെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നല്ലേ അതിനർത്ഥം? അമ്മയെ സംരക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട് എന്നല്ലേ അതിനർത്ഥം? അങ്ങനെ അമ്മയെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരെയാണ് സംരക്ഷിക്കുന്നത്? ബാംഗ്ലൂരില് മാർപ്പാപ്പയുടെ കീഴിലുള്ള ഒരു സെമിനാരിയില് പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ ആധ്യാത്മിക വിഭാഗം എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പിരിച്വാലിറ്റി. അവിടെ മാസ്റ്റേഴ്സ് ലെവലില് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. മാസ്റ്റേഴ്സ് ലെവൽ വരുമ്പോൾ കത്തോലിക്കര് മാത്രമല്ല പഠിക്കാൻ വരിക, അകത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ഓർത്തഡോക്സുകാരും പെന്തക്കോസ്തുകാരും ഒക്കെ ഉണ്ടാകും. ഞാൻ അവിടെ രണ്ട് വിഷയങ്ങളെ പഠിപ്പിക്കുന്നത്, റോമാലേഖനവും യോഹന്നാന്റെ സുവിശേഷവും. ഒരു വർഷം യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ അതിൽ രണ്ട് പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ്, പെന്തക്കോസ്തുകാർ പാസ്റ്റേഴ്സ്, ജെൻസൺ എന്ന പേരുള്ള ഒരു പാസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യ സ്വീറ്റി, രണ്ടുപേരും മാസ്റ്റേഴ്സ് ലെവൽ പഠിക്കാൻ വന്നിരിക്കുക. ഈ സ്വീറ്റി അന്ന് 6 or 7 മാസം ഗർഭിണിയാണ്. കാനായിലെ കല്യാണത്തെ പറ്റി ഞാൻ ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഈ സ്വീറ്റി എന്ന പെൺകുട്ടിയോട്, പെന്തക്കോസ്ത പാസ്റ്ററാണ് അവള്, പാസ്റ്ററിന്റെ ഭാര്യ, അവളോട് ഞാൻ ചോദിച്ചു, നിന്റെ വയറ്റിലെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നിന്നെ മുട്ടത്തോടാണ് എന്ന് കരുതി ചുരുട്ടിക്കുട്ടി റോസാച്ചെടിയുടെ കിടക്കിൽ തള്ളിയാൽ നിനക്കത് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല അച്ചോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളും നിങ്ങളുടെ ആളുകളും മറിയത്തെ മുട്ടത്തോടാണ്, യേശു ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പ്രസക്തിയില്ല എന്ന് പഠിപ്പിക്കുന്നത്? ഏത് അമ്മയാണ് അങ്ങനെ ചിന്തിക്കുക? ഏത് മകനാണ് അങ്ങനെ ചിന്തിക്കുക? അവൾ ഉടനെ മറുപടി പറഞ്ഞു, ഞങ്ങള് പാസ്റ്റേഴ്സ് ഒന്നും പഠിപ്പിക്കുന്നില്ല അച്ചോ, ഞങ്ങളുടെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു ഒഴികഴിവ്. നമ്മുടെ പരിശുദ്ധ അമ്മയെ
മൊട്ടത്തോടായി പരിഗണിക്കാൻ പഠിപ്പിച്ച സഭാസമൂഹമാണ് നമ്മുടെ സംസ്കാരത്തിന് കണ്ഠകോടാലി. അപ്പോൾ എന്ത് ചെയ്തു? മക്കളൊക്കെയും അവരുടെ മാതാപിതാക്കളെ മൊട്ടത്തോടായി കണക്കാക്കി എവിടെയെങ്കിലും മുക്കിലിട്ട് ചവിട്ടിക്കൂട്ടുകയാണ്. അങ്ങനെ ഒരു സംസ്കാരമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മാതാപിതാക്കളെ മൊട്ടത്തോടായി ചുരുട്ടിക്കൂട്ടി ഒരു കൊട്ടയിലെറിയ, ഏതെങ്കിലും കടയ്ക്ക് തള്ളുക, അതാണ് നമുക്ക് വേണ്ടത്. സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരത്തിനും അത് ചേരില്ല. മാത്രമല്ല, ബൈബിളിൽ അത്രമാത്രം ആഴമുള്ള ഒരു പ്രബോധനമാണ് മറിയത്തെ ബഹുമാനിക്കുക എന്ന്. ഞാനത് ആവർത്തിച്ച് ഇതൊന്ന് ഉപസംഹരിക്കട്ടെ. യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാർക്കും അമ്മയായി യേശു നൽകിയത് തന്റെ അമ്മയെയാണ്. അത് യോഹന്നാനാണ് എന്ന് വ്യാഖ്യാനിച്ചാൽ വേദപുസ്തകത്തോട് നിങ്ങൾ കൂറു പുലർത്തുന്നില്ല എന്ന് ഞാൻ പറയും. ഏത് വേദഗ്രന്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനാണെന്ന്? ഞാൻ എന്റെ വ്യാഖ്യാനം മാറ്റി പറയാം. അങ്ങനെ നിങ്ങൾ തെളിയിച്ചാൽ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാർക്കും യേശുവിന്റെ അമ്മയെ അമ്മയായി നൽകിയിരിക്കുന്നു. അതിനാൽ യേശുവിന്റെ അമ്മയെ തങ്ങളുടെ അമ്മയായി സ്വീകരിക്കാത്ത ആരും തന്നെ യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല. അതിനാൽ നമ്മൾ അമ്മയുടെ സംരക്ഷണത്തിലാണ് എന്നതുപോലെ അമ്മയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുമാണ്. യേശുവിനെതിരെ തിരിഞ്ഞിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും അവന്റെ അമ്മയായ മറിയത്തിനെതിരെയും തിരിഞ്ഞിരിക്കുന്നു. അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുകയാണ്. അവളുടെ ഹൃദയത്തെ രണ്ട് തുണ്ടമാക്കുന്ന വാൾത്തല അത് നമ്മളാണ് അടിച്ചു കയറ്റുന്നത്. അപ്പോൾ നമ്മൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാരാകുമോ? യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാർക്കും യേശുവിന്റെ അമ്മയെ അമ്മയായി നൽകിയതിനാൽ അവൾ അമ്മയായി സ്വീകരിക്കാനും അമ്മയോടുള്ള ബഹുമാനം അവളോടും നമ്മുടെ അമ്മമാരോടും കാത്തു സൂക്ഷിക്കാനും അങ്ങനെ യേശു സ്നേഹിച്ച ശിഷ്യന്മാരാകുവാനും കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. അതായിരിക്കട്ടെ യഥാർത്ഥ ബൈബിൾ വ്യാഖ്യാനം. അന്ധമായ വിരോധം വെച്ച് കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെയോ ബൈബിളിലെ തിരുവചനത്തെയോ വളച്ചൊടിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാപത്തിന്റെ ആദ്യത്തെ നാരായ വേരാണ്. ദൈവവചനത്തെ വളച്ചൊടിക്കുന്നതാണ് പാപത്തിന്റെ നാരായ വേര്. ആ നാരായ വേരിന് വളം വെച്ചു കൊടുക്കുകയാണ് അന്ധമായി കത്തോലിക്ക സഭയെ എതിർക്കുന്ന വ്യക്തികളെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മറിയത്തിന്റെ വിശ്വാസ തീർത്ഥാടനം പൂർത്തിയായ ആ വേളയിലാണ് മറിയത്തെ നമ്മുടെ അമ്മയായി അവൻ നമുക്ക് നൽകിയത്. നമ്മൾ കണ്ടതാണ്. വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ച് തീർത്ഥാടനം ചെയ്ത് കുരിശിൽ വന്നപ്പോൾ തന്റെ ജീവനും തന്റെ മകന്റെ ജീവനും ദൈവത്തിന് അടിയറ വെച്ചപ്പോൾ, അങ്ങനെ വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവളായപ്പോഴാണ് അവളെ യേശു നമ്മുടെ അമ്മ